അമ്മ என்ன லட்சு சித்து அம்மா நல்லா சொல்றான். ചിലപ്പോൾ കുറച്ച് മുന്നേ അച്ഛ അച്ഛാന്നായിരിക്കും വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. என்ன லட்சு என்னாச்சு? എനിക്കവനറിയാം, പോയി ചോദിക്കും. നീ കേക്കലിയാ? അയ്യോ, ഞാൻ ചോദിക്കാൻ പോയപ്പോ എന്നെ കടിച്ചു കയറാൻ വന്നു. കടിച്ചു കയറി വന്നാനാ? அப்படியெல்லாம் அவன் செய்ய மாட்டானே. പിന്നെ എങ്ങനെയാണ് സാധാരണ ചെയ്യാറ്? அவன் ரொம்ப அன்பா பாசமா பேசுவான். ആ ശരി. എന്താ എന്താ അമ്മ സിത്തു സിത്തു டேய் சித்துக்கு என்னாச்சுன்னு தெரியலடா, அதான் நான் கேட்டுட்டு இருக்கேன். ഇത് സംഭവം എന്തെന്നറിയോ, ചൂടൊക്കെ അല്ലേ, മാത്രമല്ല മനുഷ്യ മനസ്സിന്റെ കാര്യമാണ് ഈ പ്രഷറൊക്കെ ഇങ്ങനെ ആയിട്ടേ ഈ ഒരു ഇൻവിസിബിൾ ലൈനിലൂടെയാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറയണേ. അല്ല ചിലപ്പോൾ അളിയന് എന്റെ സംശയം അതല്ല. അമ്മയ്ക്ക് എന്തിനാണ് സംശയം? നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ട്, വസ്തുവൊക്കെ മേടിച്ചു. ഇനി അതൊക്കെ കാണുമ്പോഴേ സൂയക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തു. എന്തോ നമ്മ ചുമ്മാ ഓരോന്നും ആവശ്യമില്ലാതെ പറയാം. അല്ല, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ശാസ്ത്രീയ വശം വെച്ച് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കും. അതെ, എല്ലാവരും കൂടി ഇനി ഇവിടെ കിടന്ന് കടിപിടി കൂടണ്ട, ഞാൻ പോയി തട്ടാം. തട്ടാന്നാ? തട്ടി വിളിക്കാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താടാ എന്തല്ലയാ വയനാട് പോണാ? വയനാടാ? വയനാടൊന്നും പോണ്ട, അളിയൻ എന്ത് പറ്റി? എന്താടാ എന്ത് പ്രശ്നം എന്ന് പറയലയാ? നല്ല വേദന. നല്ല വേദനയാണെങ്കിൽ പ്രശ്നമില്ല. എന്താണ് വേദന? നല്ല പല്ലുവേദന. കൊറേ മിഠായി കഴിച്ചില്ലായിരുന്നോ? ഉള്ളിലെ നേരത്തെ ഒരു പോടുണ്ടായിരുന്നു, അത് അടച്ചു വെച്ചിരുന്നതാ. ഇപ്പൊ മിഠായി എല്ലാം കൂടെ കഴിച്ചിട്ടാണ് തോന്നുന്നത്, അത് തുറന്നു. ഭയങ്കരമായിട്ട് വേദനിക്കുക. ഞങ്ങളുടെ അടുത്ത് വയറുവേദന എന്നല്ലേ പറഞ്ഞേ? ആ, നേരത്തെ വയറുവേദന ആയിരുന്നു, പക്ഷെ ഇപ്പൊ പല്ലുവേദനയിലോട്ട് കേറി. ഇപ്പം വയറുവേദന ഉണ്ടോ? വയറുവേദനയും ഉണ്ട്. നിനക്ക് എന്തോ ഇവിടെ ജോലി? ഈ സിദ്ധുവിന് പല്ലുവേദന നീ അറിഞ്ഞില്ലയോ? നീ എന്താ ആശുപത്രി കൊണ്ടുവന്നേ? ആഹാ, ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ, ആശുപത്രി പോണോ, വയ്യായ്മ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഒടുക്കത്തെ ജാടയും കാണിച്ചിരുന്നു. അപ്പൊ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാ വേദന വന്നേ. അതെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയെ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ. കേശുവാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്തിനാ കുറച്ച് മുട്ടായി മേടിച്ചോന്ന് കൊടുത്തിയായി പോയി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തന്നെ. കല്ലൂസേ, പാറു, വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും ഇല്ല കേട്ടോ. അധികം മിഠായി കഴിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ വയറുവേദനയും പല്ലുവേദനയും എടുത്ത് ഇരിക്കും, മനസ്സിലായാ? അയ്യോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയെ എന്നെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ. എത്ര വട്ടം ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാ ഒന്നും മൈൻഡ് ചെയ്യാൻ മേലായിരുന്നു എന്നെ. അത് പറയണ്ടേ? അമ്മൂമ്മ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാം. അച്ഛന് വയ്യാണ്ടായതേ നമ്മള് പഠിച്ചിട്ടല്ല കേട്ടോ. മിഠായി തിന്നട്ടെ, ഇനി തൊട്ടേ അധികം നമുക്ക് മിഠായി കഴിക്കണ്ട കേട്ടോ. ഓക്കേ ഓക്കേ.